നടുക്ക ഫ്ലൈ ഓവറിന്റെ മുമ്പിൽ ഒരാൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കും. ഇത് ധൂമമാണ്. ഒരു ബൈക്ക് ആക്സിഡന്റിൽ കണ്ട് മരിച്ച ഒരാളാണ്. ഞാൻ രാത്രി ഞാൻ പിടിക്കും, ഇന്ന് പിടിച്ചിരിക്കും, ഇന്ന് ദഹിപ്പിച്ചിരിക്കും, ഇനി കാണൂല. മരിച്ച് ജീർണിച്ച് നിൽക്കുന്ന പ്രേതാത്മാക്കളെ പിടിക്കുന്നത് പിന്നെയാണോ? അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളിപ്പോൾ ഒരു കീറലങ്ങളും കൊടുത്തിട്ടേ പോകും. ആ കീറൽ അവന് 7 തലമുറ നിൽക്കും. എൻ്റെ ഇങ്ങനെ ഒരു കീറൽ മതി, അത് ഒരു കീറൽ കൊണ്ട് തീരില്ല. അത് 7 തലമുറ ആ കീറൽ ജനിക്കുന്ന കുട്ടികൾക്കേ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ചില ആൾക്കാരെ ആ തെക്കോട്ട് കൊണ്ടുപോകും, വടക്കോട്ട് കൊണ്ടുപോകും, പടിഞ്ഞാറോട്ട് കൊണ്ടുപോകും. ഈ അവിടെയൊക്കെ തന്നെ ഇവരുടെ പൂർവികമായിട്ടുള്ള പ്രേതാത്മാക്കൾ നിൽക്കും എന്നാണ് അവരെ സ്വീകരിക്കാൻ. കാരണം ജനക്കൂട്ടം. ഞാനൊരു ദിവസം ഞാൻ ടീച്ചറോടെ വണ്ടിയിൽ വരുവാണ്. അപ്പോൾ ആലപ്പുഴ ആ നടുക്ക ഫ്ലൈ ഓവറിൻ്റെ മുമ്പിൽ ഒരാൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ടീച്ചർ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ വണ്ടി എടുത്തു. കാരണം ഇത് ധൂമമാണ്. ഒരു ബൈക്ക് ആക്സിഡന്റിൽ കണ്ട് മരിച്ച ഒരാളാണ്. അതുപോലെ തഞ്ചാവൂർ കുംഭകോണത്ത് പോയപ്പോൾ ഇതുപോലെ ഒരു ലോറി ഇടിച്ചിട്ട ഒരുത്തൻ. ഞാൻ ഇറങ്ങി നിന്നപ്പം അയാൾ മരിച്ചു. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അയാളുടെ പ്രേതാത്മാവ് ഇവിടെ ശക്തിയായിട്ട് നിൽക്കും, അപകടങ്ങൾ വളർത്തും, അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതിനൊന്നും നമുക്കൊന്ന് ഈ ബൈപ്പാസിൽ ലോറി അപകടങ്ങൾ, ബസ് അപകടങ്ങൾ, കുട്ടികളുടെ അപകടങ്ങളൊക്കെ തന്നെ ഒരാൾക്കൊരു അപകടം ഇപ്പം ഞാൻ ഫ്ലൈറ്റിൽ 240 പേര് മരിച്ചു, അതിൽ കൈക്കുഞ്ഞ് ഉൾപ്പെടെ മരിച്ചു. എനിക്കതിൻ്റെ സത്യം അറിയാം. ഞാൻ പറഞ്ഞാൽ ഇവിടെ നമ്മളെ തെറി പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ഇത്തരം മീഡിയ, നമ്മളെ വാർത്തകളെ തെറി പറയുന്നവർക്ക് ഉള്ളൊരു അവസരം ഞാൻ കൊടുക്കാത്തതുകൊണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പറയാം 240 അല്ല ഞാൻ പറയാം, എന്തു പറഞ്ഞാലും എനിക്ക് സുനിൽ പരമേശ്വരൻ ഇത് വിശ്വാസമില്ല, നമ്മൾ വിട്ട്, പക്ഷെ വിടൂല്ല. അല്ലെങ്കിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ല, അതിൻ്റെ താഴെ വന്ന് തോന്നിവാസങ്ങൾ എഴുതുക. ഏത് നമ്മളെ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും പറയുക, നമ്മുടെ വിശ്വാസങ്ങളെ ഏറ്റവും മോശമായി സംസാരിക്കുക. കണ്ടില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയണേ, എൻ്റെ ചെവിട്ടത്തടിച്ചാൽ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഒരുത്തൻ ഒരു യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. അത് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് യൂട്യൂബിൽ ഉണ്ടാക്കിയാൽ പോരാ. നല്ല നട്ടലോട് വിളിച്ച് സുനിൽ പരമേശ്വരനെ ചെകിട്ടത്തൊരണം തരാൻ പറ്റുന്ന ഒരു താൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ഏത് കാരണത്തിലാണെങ്കിലും, പിന്നെ ഞാൻ ജീവിക്കണോ മറ്റവൻ ജീവിക്കണോ എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കണേ. ഒന്നും ഞാൻ അല്ലെങ്കിൽ അവൻ, ഏതെങ്കിലും ഒരാളെ കാണുള്ളൂ. അങ്ങനെ തൻ്റെ ഇടമുള്ള നല്ല അച്ഛന് പിറന്ന ആരെങ്കിലും, ഒറ്റ തന്തയ്ക്ക് പിറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം, നമ്മൾ സ്വീകരിക്കും. അത് നമുക്ക് യാതൊരു ഇത്തരം കാര്യങ്ങൾക്ക് അത് ഭയം എന്ന് പറയുന്ന വികാരങ്ങൾ മരിച്ചുപോയ ഒരാളാണ്. അതുകൊണ്ടാണ് തൻ്റെ അടുത്തോട് ഇത്തരം കാര്യങ്ങൾ പറയണേ. നിങ്ങൾ ഏത് പ്രേതബാധയുള്ള സ്ഥലത്ത് എന്നെ വിളിക്കും, ഞാൻ വരും. എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പറച്ചിലൊന്നുമില്ല. ഈ സ്ഥലത്തുണ്ടത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, നേരിട്ട് കണ്ട ആൾ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇവിടെ വന്നെങ്കിൽ അതിന് കാരണമുണ്ട്. ഞാൻ രാത്രി ഞാൻ പിടിക്കും, ഇന്ന് പിടിച്ചിരിക്കും, ഇന്ന് ദഹിപ്പിച്ചിരിക്കും, ഇനി കാണൂല. അത് പറയണമെങ്കിൽ നല്ല ചങ്കുറപ്പ് വേണം. അത് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇവിടെ കാണും. എന്നെ അങ്ങനെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടേ പോകൂ. അത് പറയാനും ഒരു മടിയില്ല, ഇല്ലേ? ഇവിടെ മരിച്ച് ജീർണിച്ച് നിൽക്കുന്ന പ്രേതാത്മാക്കളെ പിടിക്കുന്നത് പിന്നെയാണോ ഒളിച്ചിരുന്ന് വാർത്തകൾ ചെയ്യണം അവനെ? അല്ലേ? അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളിപ്പോൾ ഒരു കീറലെങ്കിലും കൊടുത്തിട്ടേ പോകും. ആ കീറൽ അവന് 7 തലമുറ നിൽക്കും. ഒരുത്തൻ നമ്മളെ ആക്രമിച്ചാൽ എൻ്റെ ഒരു കീറൽ മതി, അത് ഒരു കീറൽ കൊണ്ട് തീരില്ല. അത് 7 തലമുറ ആ കീറൽ ജനിക്കുന്ന കുട്ടികൾക്കേ വന്നുകൊണ്ടിരിക്കും. അനുഭവങ്ങളാണ് മുമ്പിൽ, അനുഭവങ്ങൾ. എൻ്റെ കാന്തൂരിൽ ആശ്രമം അവിടെ ഈ കയറ്റി നശിപ്പിച്ച ഒരുത്തനുണ്ട്, ഇന്ന് ഭൂമിയിലില്ല. ഞാൻ മുളക് പൃത്തങ്കര ദേവിയുടെ മുളക് അരച്ച് തേക്കും. എന്തിനാണ്? മനുഷ്യൻ്റെ നീറ്റലുകൾ എടുക്കുന്ന ദേവിയാണ്. എൻ്റെ ആശ്രമത്തിൽ 25 കിലോ മുളകും 300 കിലോ വിറവും ഹോമിക്കുന്ന ആളാണ് പ്ലാവിൻ്റെ പിറക്. മനുഷ്യൻ്റെ വേദനകൾ എടുക്കുന്ന ദേവിയാണ്. നമ്മൾ അയ്യാവാടിയിലെ പൃത്തങ്കര ക്ഷേത്രം നോക്കണു, അതിനെ പരിഹസിച്ച് സ്വാമി ഉടനെ തീരും എന്ന് പറഞ്ഞ് ഇവൻ പ്രഖ്യാപിച്ച ഒരുപാട് പേരുണ്ട്. ഈ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കാൻ അവിടെ ഇല്ല, ഈ ഭൂമിയിലില്ല. അവൻ്റെ ആത്മാവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സ്ഥിതി. അപ്പം നമ്മൾ ഇത്തരം നമ്മുടെ മീഡിയയിലൂടെ പറയുമ്പോൾ ഒരാൾക്കെങ്കിലും മാനസാന്തരം ഉണ്ടാകുകയും അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് അവന് മാറ്റമുണ്ടാകുകയും മറ്റവൻ്റെ ഭൂമിയും സ്വത്തും ഒക്കെ തട്ടിപ്പറിച്ചെടുക്കാതിരിക്കുന്നതിന് പകരം ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാറ്റമുണ്ടാകാൻ പറ്റിയാൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ, ഇല്ലേ? നീ മരിച്ചാൽ നീ എത്ര കാലം, ഇത്രയേ ഉള്ളൂ ജീവിതം. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ചെറിയ പീരീഡാണ്. നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നീ അടുത്ത ജന്മത്തിലല്ല, നീ ജന്മത്തിൻ്റെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം
വാർദ്ധക്യാവസ്ഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ തുടങ്ങും. ഇന്ന് കോടീശ്വരൻ, നാളത്തെ യാചകൻ. നാളത്തെ യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ കോടീശ്വരൻ. ഇല്ലെങ്കിൽ കർമ്മം അതാണ് അവൻ ചെയ്ത കർമ്മത്തിൻ്റെ. ഞാനത് എല്ലായിടത്തും പറയുന്നുണ്ട്. രാജാവ് സത്കർമ്മങ്ങൾ ചെയ്താൽ, യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവാകും. രാജാവ് നീചകർമ്മങ്ങൾ ചെയ്താൽ അവൻ യാചകനാവും. ഇത് പുരാണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ ഒരുത്തനെ ഞാനാണ് കേമൻ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യരുടെ ആ ഒരു സംഭവം അറിയാമോ? ഇല്ല. ശങ്കരാചാര്യർ ഇതൊക്കെ കണ്ട് ദേവീ ദർശനമൊക്കെ കഴിഞ്ഞ് അഹങ്കാരിയായിട്ട് ഇറങ്ങി വരുവാണ്. ഞാനാണ്, ഇനി എന്നെ വെല്ലാൻ ഇവിടെ ആരുമില്ല. സൗന്ദര്യലഗിരി എല്ലാ ലഗിരിയൊക്കെ കഴിഞ്ഞ് ഭക്തിയുടെ ഏറ്റവും ഉത്തുംഗഭാവത്തിൽ നിന്നുകൊണ്ട് ശങ്കരാചാര്യർ ഇറങ്ങി വരുവാണ്. എന്നെ ജയിക്കാൻ, എന്നെ വേദാന്തത്തിലോ അല്ലെങ്കിൽ ആത്മീയതയിലോ ജയിക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അദ്ദേഹം ഇറങ്ങി വരുമ്പം ഒരു ഒറ്റത്തടി പാലത്തിൻ്റെ അപ്പുറത്ത് ഒരാൾ കുറേ നായ്ക്കളുമായിട്ട് നിൽക്കുന്നു. ഒരു ചണ്ടാലൻ, കറുത്തിരുണ്ട് ജടയൊക്കെ പിടിച്ച ഒരാൾ നിൽക്കുന്നു. അപ്പോൾ ഇത് മഹാബ്രാഹ്മണനല്ലേ? ഇന്നത്തെ കാലത്ത് പോലും നിങ്ങൾ ആലോചിക്കണം, അമ്പലത്തിൽ നമ്മൾ തൊടാൻ പറ്റൂല, അവിടെ മാറിയിരിക്കാൻ പറയും. എന്താ തൊട്ടാ പുള്ളി പോവും. ഞാൻ ചോദിക്കണം എന്താണ്? ഇപ്പം നിവേദ്യം കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. നിവേദ്യം കൊണ്ടുവരുമ്പോൾ അടച്ചു കൊണ്ടുവന്ന് ദേവിക്ക് വയ്ക്കുന്നു. ഈ നിവേദ്യം ഉണ്ടാക്കണം, എൻ്റെ ശ്വാസം അതിനകത്തില്ലേ അല്ലേ? ഭക്തന്മാരാണ് ദൈവത്തിന് വേണ്ട, പൂജാരിമാരൊന്നുമല്ല. നമ്മളെപ്പോലുള്ള പൂജാരിമാരും തന്ത്രങ്ങളൊന്നും വേണ്ട. ദൈവത്തിനറിയാം ഏതാണ് ഭക്തൻ എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ യഥാരണം പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ ചണ്ടാലൻ ഇങ്ങനെ നിൽക്കുവാണ്. ചണ്ടാലൻ നിൽക്കുമ്പോഴത്തേക്ക് ശങ്കരാചാര്യർ പറയും, എടാ ചണ്ടാല, നീ എന്താണോ വിചാരിച്ചത്? നീ എൻ്റെ മുമ്പിൽ നിൽക്കുവാണോ? അങ്ങോട്ട് മാറടാ. നിനക്ക് എൻ്റെ കോപത്തിന് നീ ഇരയാവും. അതുകൊണ്ട് നീ നശിച്ചു പോകണ്ടെങ്കിൽ അങ്ങോട്ട് മാറാൻ. ഇപ്പം ചണ്ടാലൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ്? എന്നിലും നിന്നിലും ഒരുപോലെ കുടികൊള്ളുന്ന ഈ നശിച്ചു പോകുന്ന ശരീരമാണോ മാറേണ്ടത്? അതോ നമ്മളിൽ ഒരുപോലെ നിലനിൽക്കുന്ന ആത്മപ്രാണനാണോ മാറേണ്ടത്? ശരിയല്ലേ? രണ്ടുപേർക്കും പ്രാണനല്ലേ ഉള്ളൂ. അതാണോ മാറേണ്ടത്? അല്ലെങ്കിൽ ഈ നശിച്ചു പോകുന്ന ശരീരമാണ് നശിച്ചു പോകുന്നതിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലായി? ഓടിക്കുന്ന സാക്ഷാത്പടമായ മഹാദേവനാണ് അഹങ്കാരം കുറയ്ക്കാനായിട്ട് നിന്ന്. ഇത് ഇന്നത്തെ കാലത്തെ ജനങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ തൊട്ടാൽ എന്താണ് പ്രശ്നം? എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിലെ സകല വിഗ്രഹങ്ങൾ എല്ലാവർക്കും തൊടാം. ഒരു കുടം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ആടിത്തെറിച്ചു പോകും. എല്ലാം പുറത്താണ് ഇരിക്കുന്നത്. ദൈവം ഭക്തരുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് ശക്തിയുള്ളൂ. ഭക്തരില്ലാത്തടത്ത് ദൈവത്തിന് ശക്തിയില്ല. ഇവിടെ അടച്ചിട്ടേക്കണ ഒരു അമ്പലം, ഞാനിവിടെ വന്നോടം ചോദിച്ചതാ, ഇവിടെ ഒരു അമ്പലം അടച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇത് ഞാൻ പറഞ്ഞു കണ്ടില്ലേ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. സാർ ഒരു അമ്പലമുണ്ട്, രാത്രി ഞാനിത് കണ്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്. ഇതാണ് യഥാർത്ഥ വസ്തുത. നമ്മൾ വസ്തുതകൾ മറച്ചു പിടിക്കുകയും വസ്തുതകൾ എൻ്റെ മേലിൽ കൂടെ മറ്റൊന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സമൂഹത്തിന് ദോഷകാലം ഉണ്ടാകുന്നത് അല്ലേ? ക്ഷേത്രങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്ത നടുക്കിപ്പോയി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെളുപ്പിന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മത്സരിച്ച ഉൾപ്പെടെ തൊഴുതുകൊണ്ടിരിക്കുന്നു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പേര് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ അവരെങ്ങനെ തെറ്റ് പറയണേ? അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കരിക്കാൻ ക്ഷേത്രത്തിലെ ഇരിപ്പിടവും കൊണ്ടുപോയപ്പോൾ ദേവിക്കുള്ള അവിടെ സ്വർണ്ണമാൾ കൊടുത്ത ഞാനാണ്. ഞാനിത് DNA പറഞ്ഞതാണ്. ആ സ്വർണ്ണമാൾ കൊടുത്ത ഞാൻ അവിടെ പ്രശ്നം വെച്ചപ്പം സ്വർണ്ണമാൾ കൊടുത്ത ആൾ തന്നെ അതിൻ്റെ പീഠം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പീഠം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതെന്ന് ദേശീയ ബന്ധാണ്. എന്നെ അവർ വഴി തടഞ്ഞു, ക്ലാസ് താഴ്ത്തി. അവൻ ഇവൻ സംഖ്യയാണ്, ഇവനെ വിടരുതെന്ന്. ഒരുതൻ ഇവൻ സംഖ്യയാണ്, ഇവനെ വിടരുത്. ഏത്? ഞാൻ പറഞ്ഞ കരിക്ക ക്ഷേത്രത്തിലെ പീഠമാണ്. എന്തൊരു തേങ്ങയാണെങ്കിൽ നീ വേറെ പോയാൽ മതി. ഒരു പോലീസുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തിനാണ് ചാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ചെയ്യുന്ന അബദ്ധവും അപകടവും ആ പറഞ്ഞതിൻ്റെ ആ നീചഭാവത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അവൻ്റെ തലമുറകൾക്കുള്ള ദോഷവും. ഞാൻ ഒരു നിമിഷം അങ്ങനെ ഇരുന്നു. ഞാൻ അവനെ ഒന്ന് നോക്കി. അപ്പോൾ ഒരാൾ വന്നിട്ട് ആ സ്വാമി പോട്ടെ എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതെന്തൊരു നീചമാണ്. അതേസമയം ഇവരൊക്കെ ഈ ജയ് വിളിക്കുന്ന വലിയ ഏമാന്മാർ അമ്പലത്തിൽ പോയി വെളുപ്പിന് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തൊഴുത് പരിഹാരവും ചെയ്ത്, ഞാൻ ഒരു മരിച്ചുപോയ നേതാവിന് ഒരു അമ്പലത്തിൽ ഞാൻ ജപം ഇരുന്നപ്പോൾ കാണുമ്പം വെളുപ്പിന് 3:30 മഞ്ഞപ്പൊടി തൂക്കണം. ഇന്നിപ്പില്ല അദ്ദേഹം. ഭക്തിയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിലനിൽപ്പ് വേണമെങ്കിൽ ക്ഷേത്രങ്ങൾ ഇപ്പം ഞാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തിനാണ്? ഇവർക്ക് ദൈവമില്ല, ഇവർക്ക് ദേവസ്വം ബോർഡ് അധികാരം. ഇതാണ് ദേവസ്വം ബോർഡ് അധികാരം. ആ ദേവസ്വം ബോർഡ് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന മന്ത്രിമാർ കൈ തൊഴാനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അഡ്ജസ്റ്റ്
എന്തിനാണ് മനുഷ്യൻ്റെ മുമ്പിൽ ഈ മുഖം മൂടി? അത് ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ തൊഴുതു. അയ്യപ്പനോട് കളിച്ചാൽ കിട്ടാവുന്ന വിധി, ശബരിമല ശാസ്താവിനോട് കളിച്ചാൽ കിട്ടുന്ന വിധി, അത് നമുക്ക് അനുഭവിച്ചേ പറ്റൂ. അതാരായാലും, ഞാനായാലും നമ്മളായാലും മോനെ ഇത് അനുഭവിച്ചേ പറ്റൂ. ക്ഷേത്രങ്ങളിൽ കയറി മേഞ്ഞാൽ, ക്ഷേത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മളിത് അന്ധവിശ്വാസിയൊന്നുമില്ല, പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന ചില സത്യങ്ങളുണ്ട്. ഗുരുവായൂർ ഇപ്പോൾ ഒരു ദിവസം നിന്നപ്പോൾ ഞാൻ ശബരിമലയുള്ള ഒരു വിഷയം കൂടെ പറയാം. ഞാനിങ്ങനെ അവിടെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് 10-41 ദിവസം, കുറേ മുടിയും താടിയൊക്കെ കൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യനും ഒരു കൊച്ചു പയ്യനും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകില്ല. അവൾ പുറകിൽ നിന്ന് ആരാണ്ട് തള്ളിയപ്പോൾ ഈ പോലീസ് എൻ്റെ തോളത്തി ഇങ്ങനെ പിടിച്ചു. ഇയാൾ ഒരൊറ്റ ഇടി തിരിഞ്ഞ്. ആ കുട്ടി, ആ പയ്യൻ അവൻ്റെ അച്ഛനെ ഇങ്ങനെ നോക്കിയൊരു മുഖമുണ്ട്. എൻ്റെ മരിക്കണവരെ അത് മാറില്ല എൻ്റെ മനസ്സിൽ നിന്ന്. ഞാൻ പിറ്റേ ദിവസം വന്ന് രാജഗോപാൽ എന്ന് പറഞ്ഞാൽ ആരാണ്ടായിരുന്നു ദേവസ്വം പ്രസിഡന്റ്, ഞാൻ മനോരമയിലെ കത്തുകൾക്കകത്ത് ദേവസ്വം നടയടി എന്ന് പറഞ്ഞു എഴുതി. അങ്ങനെ ഇല്ലാതെ അദ്ദേഹം നിഷേധിച്ച്. ആ കുട്ടിയുടെ മുഖമുണ്ടല്ല, അവൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് ഇത്രയും ദിവസം വ്രതമെടുത്തൊരു തമിഴൻ, ഒരു തമിഴ് കുടുംബത്തിൽപ്പെട്ട തമിഴ് ഭാഷയായിട്ട് ബന്ധമുള്ള തമിഴ്നാട്ടിൽ ജീവിക്കുന്ന അദ്ദേഹം വന്ന് മകനെയും കൊണ്ട്, ചെറിയ മകൻ, എനിക്കത് ആ കുട്ടിയുടെ മുഖമല്ല, ആ ചെയ്തവനുണ്ടല്ലോ അവൻ അനുഭവിക്കാതെ പോകും. എനിക്കിങ്ങനെ അനുഭവമുണ്ട്. ഞാനിപ്പോൾ മൂകാംബികയിൽ പോയപ്പോൾ ഞാൻ മുന്നിൽ തൊഴുന്നു, എൻ്റെ പിന്നിലൊരു മലയാളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെന്ത് അപ്പുറത്തെ ക്യൂവിലേക്ക് മാറാൻ പറഞ്ഞു. പുള്ളി മാറിയില്ല, പുള്ളി ഇങ്ങനെ ഭഗവതിയെ കാണാൻ വേണ്ടി നിൽക്കുക. അദ്ദേഹം അത് 2 കൈ കൊണ്ടൊരു തെള്ള്. അപ്പോൾ ഞാൻ കൃത്യം നടക്കലെത്തിയതും ഈ പുള്ളി വന്ന് എൻ്റെ ദേഹത്തടിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് പുറത്തോട്ട് പോവാം. അദ്ദേഹത്തിൻ്റെ അത് നാണക്കേടാണോ സങ്കടമാണോ വിഷമമാണോ, പുള്ളി ചത്തതുപോലെ ആയി. അവിടെ ക്ഷേത്രത്തിൽ പോകണം, വെളിയിൽ നിന്നാൽ മതി. ഇപ്പോൾ ടീച്ചർ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ വെളിയിൽ നിൽക്കും, അവിടെ നല്ല മനുഷ്യരാണ്, അത് ഞാൻ പറയാം. ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ള തിരുമേനിമാർ ഞാൻ കണ്ടിട്ടുള്ളതിൽ എന്താ ഗുരുവായൂർ പോകാതെ ഈ മൂടിപ്പടച്ചുകൊണ്ട് അവൻ്റെയൊക്കെ അഹങ്കാരം. ഇവരൊക്കെ ഇവരൊക്കെ അമ്പലം, ഭക്തനില്ലാത്ത അമ്പലം, ശവപ്പറമ്പാണ്. അല്ല, 2000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അല്ലേ? ഇതാണ് ഹോട്ടൽ മുറിയിലേ വരും. ഞാൻ ചോദിക്കട്ടെ, കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നേരിട്ട് കയറി എല്ലാവരെയും മാറ്റി നിർത്തി അമ്പലത്തിൽ പോയി തൊഴുതു നിന്നു. അവസാന കാലം അനുഭവിച്ച ദുരിതം, മക്കളെ കൊണ്ടുള്ള ദുരിതം, സ്വയം അനുഭവിച്ച ദുരിതം, കൃഷ്ണൻ എന്താ രക്ഷപ്പെടുത്തിയ? കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, ആ കർമ്മത്തിൻ്റെ ഫലമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നു ആൾക്കാർ. പ്രേതബാധകളുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് വിഗ്രഹത്തിന് ശക്തി ഉണ്ടാകണേ. ആ ഭക്തന്മാരെ ക്യൂവിൽ നിർത്തി വായി വരുന്നതും വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മുന്നിൽ മാല വിൽക്കുന്ന കടയിൽ നിന്ന് വലിയ മാല, ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്ന മാല ചാർത്താൻ പറ്റുന്നൊരു മാല വേണമെന്ന് പറഞ്ഞു. ഈ മാലയും കൊണ്ട് ഞാൻ കൊണ്ട് ഇപ്പോൾ തീർത്ഥം തെളിക്കുകയാണ്. എനിക്കറിയില്ല തീർത്ഥം വീണാൽ പിന്നെ ചാർത്തില്ലാന്ന്. ഒരാളെ കൊണ്ട് എൻ്റെ അടുത്ത് ചൂടാവും. ഞാൻ ചേട്ടാ കാര്യം എന്തായാലും മാന്യമായി പറ, എനിക്ക് മനസ്സിലാവും. അപ്പോൾ തീർത്ഥം വീണാൽ പിന്നെ ചാർത്താൻ പറ്റില്ല. ശരി ആയിക്കോട്ടെ, ഇത് സൗമ്യമായി പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ ഷൗട്ട് ചെയ്യണം. ഭക്തന്മാരെന്ന് പറയുന്ന അടിമകളല്ലേ? ഈ ക്ഷേത്ര ദർശനത്തിൽ നിൽക്കുന്നവരെ അടിമകളായി കാണുന്ന ഈ ക്ഷേത്ര ജോലിക്കാരുടെ, ക്ഷേത്രപാലകർ എന്ന് പറഞ്ഞ് ഈ വേഷം കെട്ടി നിൽക്കുന്നവരുടെ മനുഷ്യരോടുള്ള സമീപനം, അത് എപ്പോഴാണ്? ഇവിടെ നിന്നൊക്കെ ഇറങ്ങി അമ്പലത്തിൽ നിന്നൊക്കെ കയറാൻ പറ്റാതെ ക്യൂയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. ദൈവം അപ്പം തന്നെ അവിടെ നോട്ട് ബുക്കിൽ എഴുതും. ആണ് സംഭവിക്കുക. ഈ കരുണാകരൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 1-ാം തീയതി, ചിങ്ങമാസം 1-ാം തീയതി ഞാൻ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുക പ്രസാദം വാങ്ങാൻ. അപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ VD സതീശനാണ്. പുള്ളി നേരിയതൊന്നുമില്ല, ഷർട്ട് അഴിച്ച് തോളത്തിട്ടിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, സാധാരണ ഭക്തരെ പോലെ നടന്നു. ഈ മനുഷ്യൻ വേണമെങ്കിൽ പ്രിവിലേജ് കിട്ടുമല്ലോ, എന്തിനാണ് ഈ മനുഷ്യൻ ക്യൂവിൽ നിന്ന് തൊഴുന്നത്? ഒരുപാട് ഭേദമാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട്. അതാണ് കോൺഗ്രസിന് ആകെയുള്ള ഒരു പച്ച എന്ന് പറയുന്നത്.